വർഗീയതയുടെ ഉത്തരേന്ത്യൻ മോഡലുമായി എത്തിയാൽ സംഘപരിവാർ സംഘടനകളോട് കേരളത്തിന് പറയാൻ ഒരൊറ്റ കാര്യം മാത്രമേയുള്ളൂ. സംഘപരിവാറിന്റെ ഉത്തരേന്ത്യൻ മോഡൽ അറബിക്കടലിൽ. ആഘോഷങ്ങളിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വേർതിരിവുകൾ എങ്ങനെ ഉൾച്ചേർക്കാമെന്ന ഗവേഷണം നടത്തുന്ന സംഘപരിവാർ സംഘടനകൾ പുതിയ തിട്ടൂരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെയാണ്. RSS മാനേജ്മെന്റുകൾക്ക് കീഴിലുള്ള അൺഎയ്ഡഡ് സ്കൂളുകളിലും RSS നേരിട്ട് നടത്തുന്ന എയ്ഡഡ് സ്കൂളുകളിലുമാണ് ഉത്തരേന്ത്യൻ മോഡലിൽ വിലക്കുമായി സംഘപരിവാർ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത്. ക്രിസ്മസ് അലങ്കാരങ്ങളോ നക്ഷത്രങ്ങളോ ആശംസകളോ വയ്ക്കരുതെന്ന ഹിന്ദുത്വ സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആഹ്വാനത്തിന് പിന്നാലെയാണ് ആഘോഷത്തിന് വിലക്കുമായി സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ രംഗത്തെത്തിയിരിക്കുന്നത്. പാഠ്യപുസ്തകത്തിനപ്പുറം ബഹുസ്വരത പഠിപ്പിക്കേണ്ടിടമായ സ്കൂളുകളിൽ വേർതിരിവിന്റെ രീതിശാസ്ത്രങ്ങൾ കുത്തിവയ്ക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ അജണ്ടയെ കേരളം ശക്തമായി എതിർക്കും. മതത്തിനതീതമായി കേരളം ഒന്നാകെ ആഘോഷിക്കുന്ന ക്രിസ്മസിനെ വർഗീയവത്കരിക്കാനുള്ള സംഘപരിവാർ സംഘടനകളുടെ ശ്രമം ഇതാദ്യത്തേതൊന്നുമല്ല. ക്രിസ്മസ് ആഘോഷത്തിൽ ഗണഗീതം ആലപിക്കണമെന്ന ആവശ്യവുമായി എത്തിയ BMSഉം വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. മതത്തിനതീതമായി മാനവ സ്നേഹത്തിന് പ്രാധാന്യം നൽകുന്ന മലയാളിയുടെ മതേതര സ്വഭാവം വർഗീയതയുടെ ചെളിക്കുണ്ടിൽ വിരിയുന്ന തങ്ങളുടെ രാഷ്ട്രീയ താൽപര്യത്തിന് ഒരിക്കലും അനുകൂലമാകില്ല എന്ന തിരിച്ചറിവാണ് വിദ്വേഷത്തിന്റെ വിത്തുകൾ വിതയ്ക്കാൻ സംഘപരിവാർ സംഘടനകൾ അവിശ്രമം ശ്രമിക്കുന്നതിനുള്ള കാരണം. അന്യമത വിദ്വേഷം ആദർശമാക്കി പ്രവർത്തിക്കുന്ന വർഗീയതയുടെ പ്രചാരകന്മാരെ എന്നും കേരളം ഒരു കൈപ്പാടകലെ അകറ്റി നിർത്തിയിട്ടേയുള്ളൂ. ഇനി എന്ത് വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകാനായി കോപ്പുകൂട്ടി എത്തിയാലും അതിനെ കേരളം മുളയിലേ നുള്ളുമെന്ന സംഘപരിവാർ സംഘടനകൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. വർഗീയതയെയും വിദ്വേഷത്തെയും ഒരുമയുടെയും സ്നേഹത്തിന്റെയും കോട്ട തീർത്ത് പ്രതിരോധിച്ച ചരിത്രം മാത്രമേ കേരളത്തിനെന്നുമുള്ളൂ. അതുതന്നെ തുടരുകയും ചെയ്യും.